ഹായ് ഗായ്സ്, അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു ഹാലോവിൻ പാർട്ടിക്കായിട്ടാണ്. പാർട്ടിയൊന്നുമല്ല, നമ്മൾ മാജിക് ലാൻഡിലേക്ക് പോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, മാജിക് ലാൻഡിലെ വീഡിയോ ഞാൻ ഇതിക്ക് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ കറക്റ്റ് പോകുന്നത് ഹാലോവിൻ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മളൊരു 1-ാം തീയതിയാണ് പോകുന്നത്. അവിടെ ഒരു 4-ാം തീയതി വരെ ഈ പരിപാടി നടക്കുന്നുണ്ട്. പൊതുവേ നമ്മൾ മാജിക് ലാൻഡിൽ ടിക്കറ്റ് എടുക്കില്ലേ, അതിനേക്കാളും കുറച്ചും കൂടി പൈസ കൂടുതലുണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അത് ഹാലോവിൻ്റെ ഒരു പൈസ എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ചും കൂടി പൈസ കൂടുതലാണ് വാങ്ങുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ 1 മന്ത് മുമ്പ് പ്ലാൻ ചെയ്തിരുന്നു മാജിക് ലാൻഡിൽ പോകണമെന്ന്. പക്ഷേ ആന്ധ്രയെ പിന്നെ ഹോസ്പിറ്റലായി, സർജറി കഴിഞ്ഞു, പിന്നെ ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു പിന്നെ പോകണ്ടെന്നുള്ള രീതിയിലായിരുന്നു ഞാനും വലസ്യവും. അപ്പം അല എൻ്റെ അടുത്ത് പറഞ്ഞു, അല ചോദിച്ചു നിനക്ക് താല്പര്യമുണ്ടോ, ഞാൻ ചോദിച്ചു നിനക്ക് താല്പര്യമുണ്ടോ, ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ആന്ധ്രയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അലയുടെ തലയ്ക്ക് എനിക്ക് ഇടാം, അല്ലെങ്കിൽ എൻ്റെ തലയിലേക്ക് അലയ്ക്ക് ഇടാം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ നമ്മൾ തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഹാലോവിൻ അങ്ങ് കഴിഞ്ഞായിരുന്നു. പിന്നെ ഇവിടെ എന്താ പറയുക, നവംബർ 4-ാം തീയതി വരെ ഈ പരിപാടി നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. നമ്മൾ തീരുമാനം തീർത്ത് വന്നപ്പോഴേക്കും നവംബർ 1-ാം തീയതി കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പം 1-ാം തീയതി എങ്ങാണ്ടാണെന്നാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ നമ്മൾ മാജിക് ലാൻഡിൽ എത്തിയിട്ടാ. ഇവിടെ കാണാൻ തന്നെ ഉണ്ട് പൂരം, ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും അട്രാക്ഷനിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് രാവിലെ തന്നെ പോകണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലും കയറാൻ പറ്റില്ല കേട്ടോ. കാരണം ഞങ്ങൾ 6 മണി കഴിഞ്ഞിട്ടുള്ള ടിക്കറ്റ് ആയിരുന്നു എടുത്തായിരുന്നത്. ഞങ്ങൾക്ക് ഒന്നിലും കയറാൻ പറ്റില്ല. കയറാൻ പറ്റാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ആന്ധ്ര ഉള്ളത് കൊണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഒന്നിലും കയറാൻ പറ്റാതിരുന്നത്. ഞാൻ ഈ മാതിരി കോമാളിത്തരം കാണിച്ച് പോയിട്ടിട്ട് എനിക്കൊരു കോൺഫിഡൻസ് കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് വളരെ നല്ല കോൺഫിഡൻസ് തന്നെയായിരുന്നു. കാരണം അവിടെ ഇതിലും വലിയ കോമാളിത്തരങ്ങൾ കാണിച്ചായിരുന്നു ആൾക്കാർ വന്നിരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ബ്ലഡൊക്കെ ഒലിച്ച് പറഞ്ഞൊക്കെ പോകുന്ന തുടങ്ങിയപ്പോൾ നമ്മൾ ഒന്നും കൂടി ബ്ലഡൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ ജസ്റ്റ് അവിടെ എന്താ പറയുക ചെയ്ത് വെച്ചേക്കുന്ന സംഭവങ്ങളുടെ വീഡിയോസ് മാത്രം ഞാൻ എടുത്തുള്ളായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ എടുത്തില്ല. അവിടെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഭൂരിഭാഗവും എടുക്കാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കൊച്ചുള്ളത് കൊണ്ട് അത്ര ഈസി ആയിരുന്നില്ല ഒന്നും തന്നെ. പക്ഷേ കണ്ടിരിക്കാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് ഇതൊക്കെ. പിന്നെ അത് ആ ഒരു എന്താ പറയുക, നേരിട്ട് കാണുന്നതാണ് കുറച്ചും കൂടി ഭംഗി എന്ന് തന്നെ പറയാം. കോടികളും മുടക്കിയിട്ടുണ്ടാവില്ലേ ഇവർ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ തന്നെ. ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു ഇതോരം പൈസ ഇവർ ഇത് മുടക്കിയിട്ടുണ്ടാവുമെന്ന്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും പൈസ ഇവർ എന്തായാലും മുടക്കിയിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു അട്രാക്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളവിടെ കയറാമെന്ന് വിചാരിച്ചപ്പോൾ അവിടുത്തെ ക്യൂ കണ്ടപ്പോൾ എൻ്റെ തല കറങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ കയറേണ്ടെന്ന്. പിന്നെ അല്ലതെ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മാത്രമായിരുന്നു, ഈ അട്രാക്ഷനിൽ മാത്രമായിരുന്നു ആളുകൾ കുറവുണ്ടായിരുന്നത്. ബാക്കി എല്ലായിടത്തും നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ അല കയറാം എന്ന് വിചാരിച്ചത് തന്നെ. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഡ്രാമ എന്ന് പറയാൻ പറ്റുമോ അറിയത്തില്ല. അതായത് റിയൽ ആയിട്ടുള്ള ആളുകൾ ചെയ്തിട്ടുള്ള ഹൊറർ ടൈപ്പ്. അതായത് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറാം, അവർ നിങ്ങളെ പേടിപ്പിക്കും. അങ്ങനത്തെ രീതിയിലുള്ള എന്താ പറയുക, ശരിക്കും നമ്മളൊരു ഹൊറർ മൂവി കാണില്ലേ, ആ ഒരു ഹൊറർ മൂവി നമ്മുടെ റിയൽ ലൈഫിൽ വന്നാൽ എങ്ങനെയായിരിക്കും അതുപോലെ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ആളുകൾ അങ്ങ് വന്ന് നമ്മളെ പേടിപ്പിക്കും. അങ്ങനത്തെ രീതിയിലുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ കേട്ടോ. ഇത് വന്നിട്ട് കോക്ടെയിലാട്ടാ. ഇത് മറ്റേ സിറിഞ്ചിൽ നിങ്ങൾക്ക് ഈ കോക്ടെയിൽ കിട്ടും. അങ്ങനത്തെ കോക്ടെയിലാട്ടോ ഇത്. സാധാരണ നമ്മൾ കുടിക്കുന്നത് ഗ്ലാസ്സിലല്ലേ, ഇത് വന്നിട്ട് കോക്ടെയിൽ സിറിഞ്ച്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതും അതുപോലെ തന്നെയുള്ളൊരു സംഭവമാണ്, റിയൽ ആയിട്ടുള്ള ആളുകളുള്ളത്. പിന്നെ ഇവിടുത്തെ ക്യൂ കണ്ടിട്ട് പിന്നെ ഒരു രക്ഷമില്ല. പിന്നെ നമുക്ക് ഒന്നിലും തന്നെ കയറാൻ പറ്റില്ല. കാരണം ആന്ധ്രേനെ വെച്ചിട്ട് നമുക്ക് ഒന്നിലും കയറാൻ പറ്റില്ല. അതേ ഡ്രാക്കുളകൾ പോകണമൊക്കെ, സുന്ദര ഡ്രാക്കുളകൾ. അങ്ങനെ നമ്മൾ നടന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരനെ എല്ലാവരെയും പേടിപ്പിക്കണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് വന്ന് കൊച്ചിനെ പേടിപ്പിക്കാൻ നോക്കിണ്ടായിരുന്നു. ഈ പുള്ളിക്കാരൻ്റെ കൂടെ ഒരു പുള്ളിക്കാരത്തി ഉണ്ട് കേട്ടോ. പുള്ളിക്കാരത്തി നമ്മളെ പേടിപ്പിക്കും, ശരിക്കും പേടിപ്പിക്കും. ദേ കണ്ടോട്ടാ, അതെവിടെയോ ഏതോ ഒരു സ്പോട്ടിൽ കാണാൻ പറ്റിയ കുട്ടിപ്രേതങ്ങൾ പോണോക്കെ. എവിടെ തിരിഞ്ഞാലും പ്രേതങ്ങളായിട്ട് പാടില്ല ഗായ്സ്. അപ്പം അല്ലേ നമ്മളോട് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പിള്ളേരുടെ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോലും നമുക്ക് കയറാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം എല്ലാത്തിനും 3 വയസ്സിന് മുകളിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ കുട്ടി ഡ്രാക്കുളയും കൊണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ച് നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഇറങ്ങിയിട്ടാ. അവസാനം നമ്മൾ ആന്ധ്രേനെയും കൂട്ടി പോകാൻ പറ്റിയ സ്ഥലത്തേക്കായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് വന്നിട്ട് ഇങ്ങനെയാണ് അവിടുത്തെ ഡെക്കറേഷനൊക്കെ ആയിട്ട്. പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാനിങ്ങനെ ആവശ്യതയായി. ആന്ധ്രയ എൻ്റെ കങ്കാരി ബാഗിൽ ഇരിക്കണോണ്ട് ഞാൻ ഭയങ്കര ആവശ്യതയായിരുന്നു. അവസാനം എവിടെയെങ്കിലും ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ പുറത്താണ് ഇരുന്നത്. പാടാൻ പറ്റില്ല, അതുകൊണ്ട് കൊച്ചിൻ്റെ തലയ്ക്ക് എന്തെങ്കിലും ഇതായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പയ്യെ ഒന്ന് മൂവ് ചെയ്താണ്. അത് കറക്റ്റായിട്ട് അലസിയ വീഡിയോ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. തനി
യക്ഷിയുടെ പോലെ. അങ്ങനെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ. എൻജോയ്മെൻറ്റിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പിന്നെ അന്ത്രയും ഇങ്ങനെ ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും അന്ത്രേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരും ഇങ്ങനെ പോകുന്നവരൊക്കെ നിന്നിട്ട് അന്ത്രേനെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവസാനം ഒന്നിലും കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അലസ്യോന് ഭയങ്കര സങ്കടം. അപ്പം അലസ്യ പറഞ്ഞു ഇതിലെങ്കിലും കയറുന്നു പറഞ്ഞു. കാരണം ഇവിടെ ക്യൂ ഉണ്ടായിരുന്നില്ല. പിന്നെ അതുമല്ല അധികം ആളുകൾ ആരും ഒന്നും ഇതിൽ സെപ്പറേറ്റ് നമ്മൾ പൈസ ഇടണം. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ഇതിൽ കയറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അലസ്യ എന്നെ നിർബന്ധിച്ച്, എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, നിർബന്ധിച്ച് കയറ്റിയതായിട്ടാ. ഇനി ഇതെനിക്കറിയാം ഇതൊന്നും ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ലാന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നിലത്ത് വീണു ഗൈസ്. ഒരു ചൊല്ലുണ്ടല്ലോ, തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിക്കൊള്ളണമെന്ന, അതായിരുന്നു എൻ്റെ ഈ അവസ്ഥ. അങ്ങനെ ഞാൻ വീണ്. ഞാൻ പറഞ്ഞു ഇനി എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവിടെ ഇനിയും ടൈമുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ വീണത് കൊണ്ട് ടൈം ഇങ്ങനെ പോകുന്നുണ്ട്. എനിക്കൊന്ന് 5 മിനിറ്റ് അങ്ങാണ്ടാന്ന് തോന്നുന്നു. ഞാൻ ഒരു 30-40 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും നിലത്തേക്ക് വീണായിരുന്നു. അപ്പം അലസ്യ പറഞ്ഞില്ല സമയമുണ്ട് കയറി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ വലിഞ്ഞ് കയറി. സത്യത്തിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. പിന്നെ അലസ്യനും വിഷമിപ്പിക്കേണ്ടായിരുന്നു വിചാരിച്ച് മാത്രം ഞാൻ കയറിയതായിരുന്നു. പിന്നെ ഞാൻ ആലയുടെ കൈയും കാലൊക്കെ പിടിച്ച് എനിക്ക് പറ്റൂല അലസ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇറങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് വന്നാൽ ഇതേ സ്പോട്ടിൽ തന്നെ വന്നിട്ട് വീണ്ടും നമ്മൾ വീട്ടിലേക്ക് പോയിട്ടാണ്. ഒത്തിരി പറയാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റുമെന്നില്ലായിരുന്നു. അപ്പം ഇത്രയുള്ള അടുത്ത വീഡിയോ കാണാം. ബായ്.